ഹലോ, എല്ലാവർക്കും LLB ജംഗ്ഷൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത്, ഈസ് കിസ്സിങ് യുവർ പാർട്ട്ണർ ഇൻ പബ്ലിക് ലീഗൽ ഓർ നോട്ട് ഇൻ ഇന്ത്യ? പൊതുസ്ഥലത്ത് വെച്ച് നിങ്ങളുടെ പങ്കാളിയെ നിങ്ങൾ ചുംബിക്കുന്നത് നിയമപ്രകാരം കുറ്റകരമാണോ അല്ലയോ എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. പബ്ലിക് ഡിസ്പ്ലേ ഓഫ് അഫെക്ഷൻ അഥവാ പൊതുസ്ഥലങ്ങളിൽ വെച്ച് സ്നേഹപ്രകടനം നടത്തുന്നത് നിരോധിച്ചുകൊണ്ടുള്ള നിയമം നിലവിൽ ഇന്ത്യയിലുണ്ട്. പൊതുസ്ഥലങ്ങളിൽ വെച്ച് നടത്തുന്ന സ്നേഹപ്രകടനങ്ങൾ മറ്റുള്ളവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കുകയോ അതല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ശല്യമായി മാറുന്നുണ്ടെങ്കിലോ നിങ്ങൾ ഈ നിയമം ലംഘിച്ചതായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ പബ്ലിക്കായി ചുംബിക്കുന്നതും ഇന്ത്യയിൽ ഒരു കുറ്റകൃത്യമായി മാറിയേക്കാം. ചുംബിക്കുന്നത് സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും പ്രകടനമാണെങ്കിൽ പോലും അത് പരസ്യമായി ചെയ്യുന്നത് തെറ്റായി വിലയിരുത്തപ്പെട്ടേക്കാം. അതുകൊണ്ട് തന്നെ പൊതുസ്ഥലത്ത് നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയോടൊപ്പമാകുമ്പോൾ നിങ്ങളുടെ പ്രവർത്തനങ്ങളിലും പെരുമാറ്റത്തിലും നിങ്ങൾ കൂടുതൽ ശ്രദ്ധാലുവായിരിക്കണം. പണ്ട് മുതലേ കണ്ടുവരുന്ന ഒരു പ്രവൃത്തിയാണ് പോലീസ് ഇങ്ങനെ പബ്ലിക്കായിട്ട് ചുംബിക്കുന്നവരുടെ മുകളിൽ സെക്ഷൻ 294 ചാർജ് ചെയ്യുന്നത്. പക്ഷെ കോടതിയുടെ മുന്നിൽ ഈ കേസ് വരുമ്പോൾ സാധാരണയായി ഈ കേസ് ഡിസ്ചാർജ് ചെയ്യുകയോ അതല്ലെങ്കിൽ കുറ്റാരോപിതരെ അക്യൂട്ട് ചെയ്യുകയാണ് കൂടുതലായിട്ട് കണ്ടുവന്നിട്ടുള്ളത്. ഇത് വെറും കിസ്സിങ്ങിന്റെ കേസിൽ മാത്രമാണ്. ഇനി സെക്ഷൻ 294 ഓഫ് IPCയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു വ്യക്തി മറ്റുള്ളവർക്ക് ശല്യമാവുന്ന രീതിയിൽ ഒരു പബ്ലിക് പ്ലേസിൽ വെച്ചിട്ട് ഏതെങ്കിലും രീതിയിലുള്ള ഒബ്സീൻ ആക്ട് ചെയ്യുകയോ അതല്ലെങ്കിൽ പബ്ലിക് പ്ലേസിലോ അതല്ലെങ്കിൽ പബ്ലിക് പ്ലേസിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും പ്രദേശത്ത് വെച്ചിട്ട് ഈ ഒബ്സീൻ സോങ് അതല്ലെങ്കിൽ ഒബ്സീൻ ആയിട്ടുള്ള വാക്കുകൾ ഉച്ചരിക്കുകയോ അതല്ലെങ്കിൽ പാട്ട് പാടുകയോ അങ്ങനെയൊക്കെ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അയാൾക്ക് 3 മാസം വരെ നീളാവുന്ന ഇംപ്രിസൺമെൻറ്റ് അതല്ലെങ്കിൽ പിഴ അതല്ലെങ്കിൽ ഇത് രണ്ടും കിട്ടാനും യോഗ്യനാണ് എന്നാണ് സെക്ഷൻ 294 ഓഫ് IPCയിൽ പറഞ്ഞിട്ടുള്ളത്. സെക്ഷൻ 294 ഓഫ് IPCയിൽ പറഞ്ഞിട്ടുള്ള ഈ ഒബ്സീൻ ആക്ടിൻ്റെ അണ്ടറിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ പബ്ലിക് ഡിസ്പ്ലേ ഓഫ് അഫെക്ഷനും ഉൾപ്പെടുന്നതാണ്. അതായത് പൊതുസ്ഥലങ്ങളിൽ വെച്ച് നടത്തുന്ന സ്നേഹപ്രകടനങ്ങളും ഈ സെക്ഷൻ 294ൻ്റെ അണ്ടറിൽ പറഞ്ഞിട്ടുള്ള ഒബ്സീൻ ആക്ടിൻ്റെ അണ്ടറിൽ വരാവുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പബ്ലിക്കായിട്ട് നിങ്ങളുടെ പാർട്ട്ണറെ ചുംബിക്കുന്നത് ഏതെങ്കിലും ഒരു പോലീസ് ഓഫീസറുടെ ശ്രദ്ധയിൽപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ പോലീസ് ഓഫീസർക്ക് നിങ്ങൾ സെക്ഷൻ 294 വയലേറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയുടെ മുന്നിൽ നിങ്ങളെ പ്രസന്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നിങ്ങൾ സെക്ഷൻ 294 വയലേറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 മാസം വരെ നീളാവുന്ന ഒരു ഇംപ്രിസൺമെന്റ് അതല്ലെങ്കിൽ പിഴ അതല്ലെങ്കിൽ ഇത് രണ്ടും കിട്ടാൻ അർഹനാണ്. ഇനി സപ്പോസ് പോലീസ് നിങ്ങളുടെ മുകളിൽ സെക്ഷൻ 294 ചുമത്തിക്കൊണ്ട് ഒരു FIR ഫയൽ ചെയ്തു എന്ന് തന്നെ വിചാരിക്കുക. നിങ്ങൾ പേടിക്കേണ്ട ഒരു കാര്യമൊന്നുമല്ല. അതായത് സെക്ഷൻ 294 എന്ന് പറയുന്നത് ഒരു ബെയിലബിൾ ഒഫൻസ് തന്നെയാണ്. അതായത് നിങ്ങൾക്ക് ജാമ്യം കിട്ടാവുന്ന ഒരു ഒഫൻസ് തന്നെയാണ് ഈ സെക്ഷൻ 294ൻ്റെ അണ്ടറിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി അഥവാ ആരെങ്കിലും നിങ്ങളെ പേടിപ്പിക്കുകയാണ്, അതായത് നിങ്ങൾ വർഷങ്ങളോളം ജയിലിൽ പോയി കിടക്കാൻ പോവുകയാണ്, നിങ്ങൾ ഇനി ഉള്ള കാലം മൊത്തം ഇനി ജയിലിലാണ്, അങ്ങനെയൊക്കെ പേടിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ അത് ഓർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം സെക്ഷൻ 294ൻ്റെ പണിഷ്മെന്റ് എന്ന് പറയുന്നത് മാക്സിമം 3 months ആണ്. അതായത് മാക്സിമം 3 മാസമാണ്, കൂടിപ്പോയാൽ നിങ്ങൾ ജയിലിൽ കിടക്കുള്ളൂ. ഇനി അഥവാ പറയുകയാണ് അച്ഛനെ കൂട്ടി വാ, അമ്മയെ കൂട്ടി വാ, അങ്ങനെയൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, അതായത് നിങ്ങളൊരു പ്രായപൂർത്തിയായിട്ടുള്ള ഒരു മനുഷ്യനാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്, ഞാനൊരു പ്രായപൂർത്തിയായിട്ടുള്ള ഒരാളാണ്, ഞാൻ എൻ്റെ അച്ഛനും അമ്മയായിട്ടൊന്നും കണക്ഷൻ വെക്കാറില്ല, എൻ്റെ കാര്യം എനിക്ക് തന്നെ ഡീൽ ചെയ്യാവുന്നതാണ് എന്നുള്ളത്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.